ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദക്കുട്ടി അലീനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ നമ്മുടെ ഔദക്കുട്ടി ചോദിക്കുകയാണ് അലീനയോട്, ഈ ഉപവാസത്തിന്റെ കാര്യം ഉണ്ടോ മോളെ? ഇത് വെറുതെ ചുമ്മാ നമ്മുടെ ശരീരം പോകുന്ന പരിപാടിയല്ലേ? എന്റെ തടി കേടായാലും വേണ്ടില്ല, പിന്നെ ഒരാളുടെ മനസ്സിന്റെ കേട് തീർക്കാൻ വേണ്ടിയല്ലേ? ഇതൊന്ന് ലാലിച്ചൻ കേക്കണ്ടാട്ടോ. ഒരു കാര്യം എനിക്ക് തീർച്ചയായി വല്യപ്പച്ച, ഈ സ്റ്റാൻലി പപ്പയും ഭാര്യയും മക്കളും കുടുംബക്കാരൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വല്യപ്പച്ചൻ അതൊന്നും എന്നോട് പറയുന്നുമില്ല. ഓ എന്റെ മോളെ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയാനും മേല. അല്ല, കേണലിന്റെ വൈഫ് എന്താ ഇങ്ങോട്ട് വരാത്തത്? ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അഞ്ചൽ എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അത് പിന്നെ അവള് വലിയ ഭക്തിക്കാരിയാ, എപ്പോഴും ധ്യാനം കൂടലും പ്രാർത്ഥനയും. ഈ ആഴ്ച തിരുവല്ലയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഭരണിങ്ങാനത്ത്, അതിന്റെ അടുത്ത ആഴ്ച കോട്ടയം, അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. അല്ല, അപ്പൊ പിള്ളേരുടെ കാര്യം ആരാ നോക്കുന്നത്? അതിന് റീത്താമ്മ ഉണ്ടല്ലോ. അല്ല, ഈ റീത്താമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല വല്യപ്പച്ച? അവരടുത്തടുത്ത വീടുകളിലല്ലേ താമസം. എൽസമ്മേ റീത്താമ്മേ. എൽസമ്മയ്ക്ക് റീത്താമ്മയ്ക്ക് അവരുടെ അടുക്ക തന്നെ താമസിക്കുന്നത് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ലാലിച്ചൻ അഞ്ചലില് വീട് മേടിച്ചു കൊടുത്തത്. അക്കാലത്ത് ലാലിച്ചൻ മിലിറ്ററിയിലല്ലായിരുന്നോ? എൽസമ്മയുടെ കുടുംബക്കാരെല്ലാവരും അഞ്ചലിലായിരുന്നു താമസം. എന്നാ പിന്നെ ഈ എൽസമ്മയും പിള്ളാരും അവരുടെ അടുത്തങ്ങ് താമസിച്ചോട്ടെ എന്ന് ലാലിച്ചനും അങ്ങ് കരുതി. തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു സഹായം ആവൂലോ. ബന്ധുക്കളെല്ലാം തൊട്ടടുത്തുള്ളപ്പം സഹായം ആവൂലോ എന്നോർത്തായിരിക്കാം അവൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് പിന്നെ എന്താ പറ്റിയത്? അല്ല, കേണൽ മിലിറ്ററിന്ന് പിരിഞ്ഞു പോന്നപ്പം അഞ്ചലിൽ പോയി ഭാര്യയുടെ മക്കളുടെയും കൂടെ താമസിക്കാത്തത് എന്തുകൊണ്ടാ? ഓ, അപ്പോഴല്ലേ അവൻ ഈ ബംഗ്ലാവും എസ്റ്റേറ്റും ഒക്കെ മേടിച്ചത്. അവൻ ഇവിടെ താമസിക്കുന്നതാ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എൽസമ്മനെ മക്കളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു. പിള്ളേരെ അഞ്ചലും പുനലൂരും ഒക്കെ അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ റീത്താമ്മയുടെ ആങ്ങളമാരുടെ നോട്ടവും സഹകരണവും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കാണും. അങ്ങനെ ഓർത്ത് കാണും സ്റ്റാൻലി. ഏതായാലും എൽസമ്മയും പിള്ളേരും ഇങ്ങോട്ടേക്ക് വന്നില്ല. അല്ല, ലാലിച്ചൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്ന് കൂടെ താമസിപ്പിക്കേണ്ടതല്ലായിരുന്നോ? എൽസമ്മയ്ക്ക് റീത്താമ്മ പറയുന്നതാന്നേ വേദവാക്യം. റീത്താമ്മ പറഞ്ഞു കാണും കൊളുത്തു പുഴയ്ക്ക് പോവണ്ടെന്ന്. പിന്നെയോ? അല്ല, വല്യപ്പച്ചനും വീട്ടുകാരൊക്കെ കൂടി ചേർന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടായിരുന്നോ? ഓ എന്റെ മോളെ, ഞാൻ പറഞ്ഞ ലാലിച്ചൻ വല്ലതും കേൾക്കുവോ? ആര് പറഞ്ഞാലും ലാലിച്ചൻ കേൾക്കത്തില്ല. ഒന്നാമത് എൽസമ്മയും ലാലിച്ചനും തമ്മിൽ ആദ്യം മുതൽക്കേ സ്വരച്ചേർച്ചയില്ല. അവരങ്ങനെയാണ്. അതെന്താ അങ്ങനെ? അവര് തമ്മില് എന്നും വഴക്കായിരുന്നോ? ഈ എൽസമ്മ വഴക്കാളിയാണോ? ഈ വഴക്കൊന്നുമില്ല. എന്നാലും എൽസമ്മയ്ക്ക് അവളുടെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും സഹകരണവും ഒക്കെയാണ് വലുത്. ദേ, ഭാര്യ വീർത്താരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അടർത്തിക്കൊണ്ട് പോരാനേ ഭയങ്കര ബുദ്ധിമുട്ടാ. പ്രീതാമ്മയ്ക്കും ആങ്ങളമാർക്കും ലാലിച്ചനെ കണ്ണെടുത്തലങ്ങ് കണ്ടുകൂടാ. ലാലിച്ചൻ ഇപ്പൊ അവരെ ഇഷ്ടമല്ല. ലാലിച്ചൻ മിലിറ്ററിയിലായിരുന്നത് കൊണ്ട് മക്കളെല്ലാവരും വളർന്നതും പഠിച്ചതും റീത്താമ്മയുടെയും അതുപോലെ അവരുടെ ആങ്ങളമാരുടെ ഒക്കെ കൂടെയല്ലേ. അതുകൊണ്ട് അവർക്ക് ലാലിച്ചനേക്കാളും വലുത് അമ്മ വീട്ടുകാര് തന്നെയാണ്. അങ്ങനെയായി പോയി ആ പിള്ളേർക്ക്. അല്ല, ഈ റീത്താമ്മ എന്ന് പറയുന്ന പേരുള്ള സ്ത്രീക്ക് ഭർത്താവും മക്കളും ഒന്നുമില്ലേ? റീത്താമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി, മക്കളുണ്ട്. അല്ല, പപ്പ എന്തുകൊണ്ടാ അഞ്ചലിന് വീട്ടിൽ പോവാത്തത്? ഒരു ദിവസം പോലും പോയിട്ടില്ലല്ലോ. ഞാൻ വന്നതിന് ശേഷം കണ്ടിട്ടില്ലല്ലോ. ഓ, ഞാൻ പറഞ്ഞില്ലേ, സ്വരച്ചേർച്ചയില്ല. അത് തന്നെയാണ് കാര്യം. എൽസമ്മയുടെ വീട്ടുകാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനേ ലാലിച്ചന് തീരെ താല്പര്യമില്ല. അവനത് പറ്റത്തില്ല ഉൾക്കൊള്ളാനായിട്ട്. അല്ല, അപ്പം ഈ പപ്പ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാല് എൽസമ്മയും മക്കളും അനുസരിക്കത്തില്ലേ? അങ്ങനെ പറഞ്ഞ് അനുസരിപ്പിച്ചിട്ട് എന്താ കാര്യം? മനസ്സുകൊണ്ട് ഒരു അടുപ്പം വേണ്ടേ? മക്കൾക്ക് അമ്മ വീട്ടുകാരെ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ലാലിച്ചനും അങ്ങ് തീരുമാനിച്ചു. വഴക്കില്ലല്ലോ അവിടെ. സത്യം പറഞ്ഞാൽ ആ ബന്ധമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് തണുത്ത് മരവിച്ചങ്ങ് പോയെന്നേ. ഇനി ഇപ്പൊ കൂട്ടി ഇണക്കാനൊക്കെ ആരെക്കൊണ്ട് പറ്റൂ ഇതിന്? അല്ല, പപ്പയ്ക്ക് ആ മക്കളോടൊന്നും ഒരു സ്നേഹമില്ലേ വല്യപ്പച്ച? ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് ആർക്കറിയാം. അവന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ? അവൻ ആരെയും ഒന്നിനും നിർബന്ധിക്കത്തില്ല. അവനെയും ആരും നിർബന്ധിക്കാൻ പാടില്ല. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഇത് മാത്രം അവന്റെ പോളിസി.
പിന്നെ അവര് ചോദിക്കുന്ന പൈസയും ചെലവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് എൽസമ്മയ്ക്ക്. അതങ്ങനെ ചെലവാക്കുന്നു എന്ന് പോലും തിരക്കാറില്ല. പിന്നെ ഇങ്ങോട്ടൊരു താല്പര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. അല്ല, ആ പിള്ളേർക്ക് സ്വന്തം പപ്പേനെ കാണണമെന്നും ഒന്നും ആഗ്രഹമില്ലേ? ഈ എന്തൊക്കെയാണെങ്കിലും ചെലവിന് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം പപ്പയല്ലേ? ഉം എൽസമ്മേ, റീത്താമ്മേ, അവരുടെ ആങ്ങളമാരെല്ലാരും കൂടി ചേർന്ന് ആ പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഉം എന്ത് തെറ്റിദ്ധാരണയാ? എന്ത് തെറ്റിദ്ധരിപ്പിക്കാന്? ലാലിച്ച ഭയങ്കര കുടിയനും ക്രൂരനും ദുഷ്ടനും വഞ്ചകനും ഒക്കെയാണെന്നൊക്കെയാ ആ പിള്ളേരെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതൊന്നും ആര് നോക്കിയാലും തിരുത്താൻ പറ്റത്തില്ല. പിള്ളേര് ചെറുപ്പത്തിലെ അതൊക്കെ മനസ്സിൽ കയറ്റി വെച്ചില്ലേ. അല്ല, ആ കുട്ടികൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുവോ? അതൊക്കെ ആര് തിരക്കുന്നു? ആർക്കറിയാം പഠിക്കുവോ പഠിക്കൂലേ എന്നൊക്കെ. മൂത്തത് കോളേജിലാ ഡാനിയ, രണ്ടാമത്തത് ടെൽസ. ദേ, അറിയാലോ ടെൽസയുടെ കാര്യം. അവൾ ഇച്ചിരി പ്രശ്നക്കാരിയാണ്, ഉല്ലാസക്കാരിയാണ്. പിന്നെ ഒരു ടോജോ, അവനും പഠിക്കുകയാണ്. അങ്ങനെ 3 പേരാണല്ലോ ഉള്ളത്. അല്ല, മോളെ ചികിത്സിക്കുന്നുണ്ടോ? പപ്പയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്? സ്വന്തം മോളല്ലേ? ഉള്ളത് പറഞ്ഞാലേ ഭാര്യയും മക്കളും എല്ലാം അവന്റെ പിടി വിട്ടുപോയി. പിടിച്ചാ പിടി കിട്ടുന്നില്ലെങ്കിൽ അവനങ്ങ് പിടി വിട്ടേക്കും. അതാണ് അവന്റെ സ്വഭാവം. ഹാ, ഭാര്യയും മക്കളും വേണം, അതോ മനസമാധാനം വേണോ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ രണ്ടാമത്തേത് തെരഞ്ഞെടുത്തു. മനസമാധാനം വേണം. മനസമാധാനം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഭാര്യയും മക്കളും ഇല്ലാതെ ജീവിക്കാൻ പറ്റും, പക്ഷെ മനസമാധാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അല്ല, എന്നാലും വല്യപ്പച്ച, ഒരു വശത്ത് സ്വന്തം മക്കളല്ലേ? ഉം സ്വന്തം മക്കളാണെങ്കിലും മരങ്ങളാണെങ്കിലും ഒരു വശത്തേക്ക് കണ്ടവാനം ചാഞ്ഞു പോയാൽ പിടിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല മക്കളെ. അതാണ് അതിന്റെ സത്യവും പൊരുളും ഒക്കെ. ഇനിയിപ്പൊ അതൊന്നും നേരെയാകാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മുടെ അലീനയ്ക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ടെൻഷൻ കേട്ടോ. വല്ലാത്ത ടെൻഷനും സങ്കടവും ഒക്കെ തോന്നാൻ. ഒരു കുടുംബം ആകപ്പാടെ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുകയാണല്ലോ. മക്കൾ ഒരു വഴി, അച്ഛൻ ഒരു വഴി, അമ്മ ഒരു വഴി. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൽബർട്ടിനെയും റോബിച്ചനെയും ഒക്കെയാണ് കേട്ടോ. അപ്പൊ വിവരങ്ങളും ഒക്കെ അറിയാനായിട്ട് ലാലിച്ചനെ വിളിക്കുകയാണ്. അങ്ങനെ ലാലിച്ച ഫോൺ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ആൽബിച്ചൻ, ലാലിച്ചനല്ലേ? ആ, അതെ അതെ, ലാലിച്ചനാ. എന്താ എന്താ സംശയം? അല്ല, അപ്പച്ചന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ, എന്നോട് പറഞ്ഞിട്ടാണല്ലോ അപ്പച്ചൻ അങ്ങോട്ട് വന്നതും ഇങ്ങോട്ട് വന്നതും ഒക്കെ. അല്ല, അപ്പച്ചന് അവിടെ എത്തിയോന്ന് ഇതുവരെ ആരും വിളിച്ചു ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലാലിച്ചൻ പറഞ്ഞു, ദേ, ആഫ്രിക്കയിലേക്കൊന്നും അല്ലല്ലോ പോയത്, 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമല്ലോ, പിന്നെ എന്തിനാ? അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പച്ചൻ ഇവിടെ വന്നപ്പം ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അലീന എന്ന് പറയുന്ന ഒരു പെണ്ണ് ലാലിച്ചായന്റെ കൂടെ അവിടെ താമസിക്കുന്നുണ്ടെന്ന്. ഓ, അത് അപ്പച്ചൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? അത് നേരത്തെ അറിഞ്ഞതായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഒരു ചോദ്യം. എടാ ആൽബി, എന്തിനാടാ വെറുതെ വളച്ചു കിട്ടുന്നത്? അത് പിന്നെ ആ അപ്പച്ചൻ പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാവുന്നത്. ആ, ഇനി അറിയാൻ വല്ലതും ബാക്കിയുണ്ടെ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ഈ ലാലിച്ചനെല്ലാം പറഞ്ഞു തരും. പിന്നെ പരാതിക്ക് പോകരുത്. അല്ല, എന്റെ പൊന്നു ലാലിച്ചായ, ആ പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ? ഓ, പിന്നെ എല്ലാവരോടും വിസ്തരിച്ചു പറഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും മേടിച്ച് അലീനയെ കൊണ്ടുവരാനേ അവളെ കല്യാണം കഴിച്ചോണ്ടൊന്നും അല്ല ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ, അതൊക്കെ മനസ്സിലായി. എന്നാലും ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. ഓ, എനിക്ക് ഞാൻ അറിയാത്ത ഒരു മകളുണ്ടെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഞാൻ തന്നെ കുറെ ബുദ്ധിമുട്ടി. പിന്നെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരോട് പറഞ്ഞാലും അവര് ഇടങ്കോലിടും. അറിയാം എനിക്ക് എല്ലാവരെയും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ആരോടും പറയാതിരുന്നത്. ഓഹോ, അപ്പം എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഓ, എനിക്ക് പണ്ടത്തെ ബന്ധത്തില് ഒരു മകളുണ്ടായിരുന്നു. ഇത്രയും നാള് അവള് അനാഥയായിട്ട് ജീവിച്ചു. അവളെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. അതില് എന്താ ഇത്ര ചോദിക്കാനും പറയാനും ഇരിക്കുന്നത്? ഓ, ലാലിച്ചൻ അത്രേ ചിന്തിച്ചുള്ളൂ, സ്വന്തം കാര്യം മാത്രം. ഞങ്ങളെ ആരെയും ലാലിച്ചൻ ഒരു നിമിഷവും ഓർത്തില്ല, അല്ലേ? നിങ്ങളെ ഓർത്താൽ എന്ത് പുണ്യം കിട്ടാനാടാ എനിക്ക്? എനിക്ക് വല്ല പുണ്യം കിട്ടാനുണ്ടോ? നിങ്ങളോട് പറഞ്ഞാലും ഇത് തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ എതിർത്താലും ഇത് തന്നെ നടക്കും. ഞാന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അത് പിന്നെ ഞങ്ങൾക്കും ഇതിന്റെ നാണക്കേട് അനുഭവിക്കണ്ടേ? ലാലിച്ചായന് നല്ല തൊലിക്കെട്ടിയുള്ളത് കൊണ്ട് ഒരു മാനക്കേടും തോന്നത്തില്ല. പക്ഷെ എനിക്ക് അത്രയും തൊലിക്കെട്ടിയില്ല, ഞങ്ങൾക്ക് അത്രയും തൊലിക്കെട്ടിയും ഇല്ല. അല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ അത്രയും തൊലിക്കെട്ടിയില്ലാത്തത്? എന്റെ അപ്പൻ ഔതക്കുട്ടി തന്നെയല്ലേ നിന്റെ അപ്പൻ? അല്ലാതെ നിന്നെ ഇനിയിപ്പം നീ മെയ്ഡ് ഇൻ ചൈന വല്ലതും ആണോ? ദേ ലാലിച്ചൻ ഒറ്റ ഒരാൾ കാരണം കുടുംബത്തിന് അപമാനമായെന്നാ ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്?
എടാ ആൽബി, 24 വർഷം മുമ്പ് നടന്ന സംഭവം. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു, ആ പെണ്ണിന്റെ കൂടെ താമസിച്ചു. ആ, ഞങ്ങൾക്ക് ഒരു കൊച്ചു ഉണ്ടായി പോയി. ആ 24 വർഷം മാച്ചു കളയാൻ പറ്റുമോ? അല്ല, ആ പെണ്ണ് മകളാന്ന് എന്തിനാ സമ്മതിച്ചു കൊടുത്തത്? അതുകൊണ്ടല്ലേ ഏറ്റെടുക്കേണ്ടി വന്നത്. എടാ, കഴിഞ്ഞ 23 കൊല്ലമായിട്ട് ആരോരും ഇല്ലാതെ ഓഫനേജ് കിടക്കുമായിരുന്നു എന്റെ കൊച്ച്, എന്റെ രക്തം. അതിന്റെ മോളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാടാ അതിനെ ആ ഓഫനേജിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് വരുന്നത്? ഞാന് എന്ത് മനസാക്ഷി ഇല്ലാത്തവനായി പോവും? നീ നീ ഒരു അപ്പനല്ലേ, നമുക്കൊക്കെ ഒരു മനസാക്ഷി വേണ്ടേ? എന്റെ മറ്റു കുട്ടികൾ പോലെ തന്നെയല്ലേ അവളും. അവൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട് ലാലിച്ച ചായ, വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസമാടാ? 2 കണ്ണ്, 2 ചെവി, 2 കാല്, കയ്യ്, പിന്നെ മൂക്ക്, ചെവി എല്ലാം ഉള്ളൊരു മനുഷ്യക്കുഞ്ഞ്. എന്റെ മറ്റു 3 മക്കളെയും പോലെ തന്നെ. അത് പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് പ്രസവിച്ച മക്കളാണ് മറ്റേ 3 പേര്. ഇതിപ്പോ ഏതോ ഒരു പിഴച്ച് പ്രസവിച്ചതല്ലേ. നാട്ടുകാരും വീട്ടുകാരും ഇതിനൊരു പേരിടും. ലാലിച്ചായന്റെ അവിഹിത സന്തതി. ആ, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇട്ടോടാ, നാട്ടുകാരിരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇട്ടോ. എന്റെ മോൾ ഓഫനേജിൽ കഴിയുന്നതിനേക്കാളും ഭേദം എന്റെ വീട്ടിൽ എന്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാ. പിന്നെ ആ പേര് ഞാനും എന്റെ മോളും അങ്ങ് സഹിച്ചോളാം. പിന്നെ തീർന്നില്ലേ? അത് നിങ്ങൾ മാത്രം സഹിച്ചാൽ മതിയോ? വേറെ ആരൊക്കെ സഹിക്കണം? കുടുംബക്കാർ സഹിക്കണ്ടേ? എൽസമ്മ ചേച്ചി മക്കള് സഹിക്കണ്ടേ? ഓ, അതിനിപ്പം നഷ്ടപരിഹാരം എന്താ വേണ്ടത്? നീ പറഞ്ഞോ, നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്നേക്കാം. അപകീർത്തിക്കും മാനനഷ്ടത്തിനും ഒക്കെ കോടതി നഷ്ടപരിഹാരം വിധിക്കാറുണ്ടല്ലോ. നിനക്ക് എന്ത് വേണമെന്ന് പറ. ആ കടം ഞാനങ്ങ് തീർത്തേക്കാം ആൽബി. ഓ, ഇങ്ങനെ തർക്കിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ദേ, ന്യായം പറയുന്നുവെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായിടാവേ, അതുകൊണ്ടാ പറഞ്ഞത്. ഓ, ഞാൻ നിർത്തില്ല ലാലിച്ചായ, ഞാൻ നിർത്തി, ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് ആൽബി ഫോണും കട്ട് ചെയ്തു കേട്ടോ. ആൽബി തോറ്റു നമ്മുടെ ലാലിച്ചന്റെ മുമ്പില്. അങ്ങനെ റോബിച്ചനോട് പറയാണ് നമ്മുടെ ആൽബിച്ചൻ, അയാളെ പട്ടാളക്കാരന്റെ അതേ സ്വഭാവം തന്നെ, 1 ഇഞ്ച് പുറകോട്ടില്ല. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ആലോചിക്കണം, ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൽബിയും അതുപോലെ റോബിച്ചനും ഒക്കെ കൂടി ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് പറക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലിച്ചൻ എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ, വണ്ടി എടുത്തോണ്ട്. അപ്പം ആന്റപ്പൻ ചോദിക്കുന്നുണ്ട്, സാർ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ ലാലിച്ചൻ. ലാലിച്ചൻ ഒന്നും മിണ്ടാതെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും അപ്പച്ചൻ വന്നു, വല്യപ്പച്ചൻ വന്ന് ചോദിച്ചോടാ ലാലിച്ച, നീ എവിടെ പോവാ? അപ്പോഴത്തേക്കും ലാലിച്ചനൊന്നും മിണ്ടുന്നില്ല, ലാലിച്ചനൊന്നും പറയാനില്ല. അപ്പം വല്യപ്പച്ചന് ദേഷ്യം വന്നു കേട്ടോ. വല്യപ്പച്ചൻ അവതക്കുട്ടി ചോദിച്ചു, നിന്നോടല്ലേടാ ചോദിച്ചത്, നീ എവിടെ പോവാ? നീ ഒരു വഴിക്ക് പോകുമ്പോ പറഞ്ഞിട്ട് പോടാ, പറയാതെ നീ എന്തിനാ പോകുന്നത്? എപ്പ എപ്പ നീ തിരിച്ചു വരും? എന്തിനാ നീ പോകുന്നത്? അത് പിന്നെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ടെങ്കിൽ സ്ഥലം വിട്ടു കേട്ടോ. എവിടെന്ന് നമ്മുടെ ലാലിച്ചൻ വല്ലവും പറഞ്ഞു. ഈ സമയത്ത് ആന്റപ്പൻ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പം ഔതക്കുട്ടി ചോദിച്ചു, അല്ല ആന്റപ്പ, നീ വല്ലതും ചോദിച്ചായിരുന്നു അവനോട്? നിന്നോടൊന്നും പറഞ്ഞുമില്ലേ? ഇല്ല, ഞാനൊന്നും ചോദിച്ചില്ല. ഓ, നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? അത് പിന്നെ കുട്ടിച്ചൻ ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ. ഞങ്ങൾ അപ്പനും മോനുമാണേ, ഞങ്ങളുടെ നടുവിലേക്ക് കയറി ഞൊളക്കരുതേ നീയെ. അപ്പോഴത്തേക്ക് ഓടി വന്ന് നമ്മുടെ അലീനി ചോദിച്ചു, ഇതെന്താ കുട്ടിച്ചായ മുറ്റത്തിറങ്ങി നിന്ന ഒരു സംസാരം? അത് പിന്നെ ലാലിച്ചും പോയടി മോളെ. എവിടെ പോയി? ആർക്കറിയാം എവിടെ പോയെന്ന്. ഭയങ്കര ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്, അല്ലേ ആന്റപ്പ? ആ, എനിക്കറിയത്തില്ല ദേഷ്യത്തിലാണോ അല്ലയോ എന്ന്. നീ കാണത്തില്ല, നിന്നെ കണ്ണിൽ പെടാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. നിനക്കൊക്കെ ശമ്പളം തരുന്നവരെ തൊഴിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന, എന്താ വല്യപ്പച്ച ഇത്? ലാലിച്ചനെ അല്ല ഞാൻ പറഞ്ഞത്, അക്കൗണ്ട് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ തോട്ടത്തിൽ, അവനെയാ ഞാൻ പറഞ്ഞത്. അവനല്ലേ ശമ്പളം കൊടുക്കുന്നത്. ഓ, അന്നാ സാരമില്ല, പോട്ടെ, ഞാൻ അങ്ങ് ക്ഷമിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വല്യപ്പച്ചന്റെ കൈ പിടിച്ച് അലീന അകത്തേക്ക് കയറ്റി കേട്ടോ. തിണ്ണയിലെ താഴെ ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഇത്രയും സംസാരിച്ചത്. ഈ സമയത്ത് നമ്മുടെ ലാലിച്ചനല്ല അവതക്കൂട്ടി പറഞ്ഞു, അവൻ എവിടെ പോയതായിരിക്കും? ഈ ആന്റപ്പനോട് ചോദിച്ചിട്ടൊന്നും അറിയാനും പറ്റുന്നില്ല. പക്ഷേ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. അല്ല, ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഉണ്ടായത്? എന്തെങ്കിലും പറഞ്ഞോ? അല്ല, എന്റെ കാര്യത്തില് എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയോ? ഇതൊന്നുമല്ല. ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊരു സ്മോൾ അടിച്ചാൽ തീരാന്നല്ലേ ഉള്ളൂ. ഇതൊന്നും അല്ല. ലാലിച്ചിന് എന്തോ വലിയ പ്രശ്നമുണ്ട്. അവൻ എന്തോ വലിയ പ്രശ്നം കാരണം ഇവിടുന്ന് പോയത്. അത് പോട്ടെ, അവൻ പോയാൽ കുറെ കഴിയുമ്പോ ഇവിടെ വരും. അപ്പൊ നമുക്ക് ചോദിക്കാം. പാ മോളെ, നീ നമുക്ക് കയറി പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും ആന്റപ്പൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ആന്റപ്പനും ഇതൊക്കെ കണ്ടിട്ട് എന്തപ്പാ ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
അകത്ത് കയറിയിട്ട് അലീനയും നമ്മുടെ ഔതക്കുട്ടിയും സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ചോദിച്ചു, ഇതെന്താ പപ്പ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണ്ടേ, എങ്ങോട്ടാ പോകുന്നത്, തിരിച്ചെപ്പോഴാ വരുന്നതെന്നൊക്കെ. നമ്മളൊക്കെ ആരാ, പപ്പഴ ആരും അല്ലേ വല്യപ്പച്ച. ഉം ഇതാ അവന്റെ സ്വഭാവം. അങ്ങോട്ട് ചോദിക്കുന്ന അവന് ഇഷ്ടമല്ല, ഇങ്ങോട്ടൊന്നും പറയത്തുമില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതാണോ പപ്പയ്ക്ക് സമാധാനം, ആരോടും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ? ചിലപ്പോ ഇതായിരിക്കും അവന്റെ സുഖജീവിതം. ഇപ്പൊ ആരോടും ഒന്നും പറയണ്ടല്ലോ. ഇങ്ങനെയാണോ വല്യപ്പച്ച ഒരാൾ ജീവിക്കേണ്ടത്? എപ്പോഴും കള്ളും കുടിച്ച് ചുരുട്ടും വലിച്ച് കുറെ നായ്ക്കളെയും താലോലിച്ച്. മോളെ, ദേ അവറ്റകളുണ്ടല്ലോ നായ്ക്കള്, തിരിഞ്ഞു നിന്ന് കുരയ്ക്കുകയും കടിക്കുകയും ഒന്നും ചെയ്യത്തില്ലെന്ന് അവൻ പറയുന്നത്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ശരിയല്ലേ. കൊടുക്കുന്ന തീറ്റിക്ക് നന്ദി കാണിക്കുകയും ചെയ്യും അവന്മാര്. ആ, നിങ്ങളെല്ലാവരും കൂടി പണ്ടേ നോക്കിയിരുന്നെങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റത്തില്ലായിരുന്നോ വല്യപ്പച്ച? വല്യപ്പച്ച ലോക വിവരമുള്ള ആളല്ലേ? ആയിരുന്നു, ഇപ്പൊ കുറവാ. അല്ല, ഉണ്ടായിരുന്ന വിവരം എങ്ങനെ വല്യപ്പച്ച കുറഞ്ഞു പോകുന്നത്? പ്രായമായില്ലേ, അപ്പൊ കുറയത്തില്ലേ? തലച്ചോറിലെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ കുറെ ലോക വിവരങ്ങൾ നശിച്ചു പോകത്തില്ലേ മോളെ? ഓ, വലിയ ആളാവല്ലേ, ഓരോ കണ്ടുപിടുത്തം കൊണ്ട് വന്നിരിക്കുന്നു, ഓരോ തട്ടുമുട്ട് ന്യായങ്ങള്. എന്റെ മോളെ, ലാലിച്ചന്റെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നാണ് അവന്റെ സ്റ്റാൻഡിങ് ഓർഡർ. ആരെങ്കിലും ഉപദേശിക്കാൻ ചെന്നാൽ അവന് ദേഷ്യം വരും. ആ റീതാമ്മ ഉണ്ടല്ലോ, അവരെ ലാലിച്ചന് കണ്ണെടുത്താ കണ്ടുകൂടാ. അതെനിക്കറിയാം. ദേ, അവരത്രയ്ക്ക് നല്ലതായിട്ട് എനിക്കും തോന്നിയില്ല. ആ റീതാമ്മ ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ നെഗറ്റീവാ, ഫുള്ള് നെഗറ്റീവാ. അല്ല, അവളെന്തിനാ അവരെന്തിനാ എൽസമ്മേനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടാവുമ്പം വേർതിരിക്കാനാണോ അതോ കൂട്ടിച്ചേർക്കാനാണോ ആ സ്ത്രീ ശ്രമിക്കേണ്ടത്? അല്ല, അവരെന്തിനാ ഈ പപ്പയുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ ഇടയിൽ കയറി നിൽക്കുന്നത്? അതുകൊണ്ട് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയാൻ മേലെ എന്റെ പൊന്നു കൊച്ചേ. അല്ല, വല്യപ്പച്ചൻ അവരോട് സംസാരിച്ചിട്ടില്ലേ? ഓ, അവര് സംസാരിക്കുമ്പം ലാലിച്ചന് 100 കുറ്റ. കള്ളുകുടി, പുകവലി, തന്നിഷ്ടക്കാരൻ, മുൻകോപക്കാരന്, അഹങ്കാരി, എടുത്തുചാട്ടക്കാരി, ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവൻ, ധൂർത്തൻ, ആഭാസൻ എന്ന് വേണ്ട ഈ ലോകത്തുള്ള സകല ദുശീലങ്ങളും ആ സ്ത്രീ ലാലിച്ചന് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ? അല്ല, അതെ, ഇതൊക്കെ ചാർത്തി കൊടുക്കുമ്പോഴത്തേക്കും ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഓ, അംഗീകരിച്ചു കൊടുത്താൽ എന്താ, കൊടുത്തില്ലെങ്കിൽ എന്താ? അല്ല, അത്രയ്ക്ക് കൊള്ളരുതാത്ത ഒരുത്തനാണെങ്കിൽ പപ്പ എന്നെ ഇവിടെ സ്വീകരിച്ച് താമസിപ്പിക്കുവോ, താമസിപ്പിക്കാൻ തയ്യാറാവുമോ? ഇതൊക്കെ ലാലിച്ചന്റെ ദുഷ്ടത്തരമായിട്ടല്ലേ അവര് കാണുന്നത്. എങ്ങാണ്ട് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് മോളെ എന്നും പറഞ്ഞ് താമസിപ്പിച്ചിരിക്കുന്നു. തോന്നിവാസം, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. എന്താ വല്യപ്പച്ച ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ എന്തായാലും ജനിച്ചുപോയി, അതും 10-23 വർഷം മുമ്പ് ജനിച്ചുപോയി. ഞാനൊരു പ്രതിമയാണെങ്കിൽ തല്ലിപ്പൊട്ടിച്ച് കളയാൻ പറ്റും, പിന്നെ ബോർഡിൽ വരച്ച പടാണെങ്കിൽ മായ്ച്ചു കളയാൻ പറ്റില്ല വല്യപ്പച്ച. ഇതിപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വല്യപ്പച്ച. ജനിച്ചു പോയില്ലേ, എന്നെ കൊന്നു കളഞ്ഞാൽ കൂടി ഞാൻ ജനിക്കാനിടയായ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമോ? ഒരിക്കലും മാറ്റം വരില്ലല്ലോ. ആ സംഭവങ്ങളൊക്കെ തിരുത്തി കുറിക്കാൻ പറ്റുമോ? ഒരിക്കലും അതിനൊന്നും പറ്റില്ല. പിന്നെ എന്തിനാ ഈ വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും വിദ്വേഷവും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? ദേ, എന്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ മോളെ നിന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ ആ മടിയിൽ ചെന്ന് വീഴൂല്ലോ. ഞാന് ഞാന് ആ മടിയിൽ ചെന്ന് വീണ് കിടക്കൂല്ലോ. അങ്ങനെ ക്ഷമിക്കാനൊന്നും ഉള്ള മനസ്സ് ആർക്കും ഇല്ല മോളെ. അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ല. ഈ പറയുന്ന എനിക്കും ഉണ്ടാവത്തില്ല. ഓരോ മനുഷ്യന്റെ ഉള്ളിലും പല മനുഷ്യന്മാരല്ലേ. ചെവുത്താനുണ്ട്, മാലാഖയുണ്ട്, സാത്താനുണ്ട്, പണക്കൊതിയനുണ്ട്, പെൺകൊതിയനുണ്ട്, അഹങ്കാരിയുണ്ട്, സ്വാർത്ഥനുണ്ട്, നീചനുണ്ട്, ദുഷ്ടനുണ്ട്, കൊലപാതകിയുണ്ട്, അങ്ങനെ പലതും. ഇതിൽ ഏതിനാണോ കൂടുതൽ തീറ്റയും വെള്ളവും കൊടുക്കുന്നത് അതങ്ങ് വളർന്നു പന്തലിച്ചു വലുതാകും. ബാക്കിയുള്ളതൊക്കെ ഗ്രഹണി പിടിച്ചതുപോലെ മുരടിച്ചു കിടക്കും. അതാണ് ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ഭൂമിയിൽ നല്ലതും ചീത്തയും ദുഷ്ടന്മാരും ഒക്കെ ഉണ്ടാകുന്നത്. ഓ, ഇതൊക്കെയാണോ ലോകവിവരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞത്? ഇതൊക്കെ എന്ത്, ഇതൊന്നും അല്ല, ഇതിലും ലോകവിവരമൊക്കെ ഉണ്ടായിരുന്നു. ദേവല്യപ്പച്ച, ഞാൻ എന്തായാലും എന്റെ സമരം നിർത്താന് ഉദ്ദേശിക്കുന്നില്ല. ഇത് അടുക്കള ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയൊന്നും അല്ല. കേണൽ ഇങ്ങനെ ചിതൽ പുറ്റുപോലെ ഇരിക്കുമല്ലേ, ആരോടും അടുക്കുകയില്ല, ആരെ അടുപ്പിക്കത്തുമില്ല. ഒരു സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് പപ്പയുടെ തനി രൂപ നമുക്ക് പുറത്തെടുക്കണ്ടേ?
ഉം അങ്ങനെ പുറത്തെടുത്തിട്ട് ഞാനിനി എന്റെ നിരാഹാരം അല്ലെങ്കിൽ എന്റെ സത്യാഗ്രഹം അവസാനിപ്പിക്കത്തുള്ളൂ. ഒരു കുഞ്ഞു വഴി കിട്ടിയാൽ ഞാൻ അതുവഴി നുഴഞ്ഞു കയറും. മോളെ, നീ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ല കേട്ടോ ഇത്. അല്ലെന്ന് എനിക്ക് അറിയാൻ വല്യപ്പച്ച. ഉം എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ചിലപ്പം ഞാൻ വിചാരിച്ചാ പറ്റിയാലോ. എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും വല്യപ്പച്ച. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പന് മക്കളുടെ വില അറിയത്തില്ല, മക്കൾക്ക് അപ്പന്റെ വിലയും അറിഞ്ഞൂടാ. ആകെ മൊത്തത്തിൽ ഒരു ഇരളിമ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെയും ഭർത്താവിന് ഭാര്യയുടെയും വില അറിയത്തില്ല. ഉം ഇതൊക്കെ സ്വന്തം കൺമുമ്പിലുള്ളത് കൊണ്ടാ വില അറിയാത്തത് വല്യപ്പച്ച. ഇതൊന്നും കൺമുമ്പിൽ ഇല്ലായിരുന്നെങ്കിലേ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വില അറിഞ്ഞേനെ. ഇതൊന്നും ഇല്ലാതിരുന്നവളല്ലേ ഞാന്. എനിക്കിതിന്റെ വിലയൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ സ്കൂളിലെ പൊക്കോണ്ടൊക്കെ ഇരുന്നത് ഓഫനേജിൽ നിന്നാ. കൊണ്ടുവിടാൻ പോലും ആരും ഇല്ലായിരുന്നു. കൂട്ടിന് കുറച്ച് അനാഥ കുട്ടികൾ മാത്രമേ ഉള്ളൂ. സ്കൂളിലൊക്കെ ചെല്ലുമ്പം കാണാം ഓരോ അച്ഛനമ്മമാര് അവരുടെ കുട്ടികളെ സ്കൂളിലും കൊണ്ടുവിടുന്നതൊക്കെ. അത് കാറിലും ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഒക്കെ കൊണ്ടുവിടുക ചെയ്യുന്നത്. അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഞാൻ കൊതിച്ചിട്ടുണ്ട്. അവര് തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ കൊടുത്ത് യാത്ര അയക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അതൊക്കെ കണ്ണ് നിറഞ്ഞു നിന്ന് ഞങ്ങൾ നോക്കി കണ്ടിട്ടുണ്ട് വല്യപ്പച്ച എന്ന് പറഞ്ഞ് നമ്മുടെ അലീനി ഇങ്ങനെ കരയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വല്യപ്പച്ചന് സങ്കടം തോന്നുക. വല്യപ്പച്ചന് മാത്രമല്ല, കേൾക്കുമ്പോൾ നമുക്കാണെങ്കിലും സങ്കടം തോന്നും. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ.